ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും പെർഫ്യൂംസ് ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലേ? പക്ഷെ പലപ്പോഴും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നോ എവിടെ നിന്നാണ് വരുന്നതെന്നോ എങ്ങനെയാണ് നമുക്ക് പല നിറത്തിലും തരത്തിലും മണത്തിലും ഉള്ളത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെന്നോ നമ്മൾ അറിയാറില്ല. അപ്പോൾ ഇവിടെ എമറൽറ്റീസ് യൂസ് ചെയ്യുന്ന, അതായത് ഇവിടുത്തെ ലോക്കൽസ് യൂസ് ചെയ്യുന്ന കുറച്ച് പെർഫ്യൂംസ് എങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം. അതിന്റെ കുറച്ച് പിന്നാമ്പുറ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ബർദുബായിലുള്ള ഷിൻഡഗ ഏരിയയിലുള്ള ഈ ഒരു നല്ല മനോഹരമായിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഈ ഒരു കെട്ടിടത്തിലാണ്. ഇവിടെ ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്. നമ്മളുടെ കുങ്കുമപ്പൂവ് എന്ന് പറയുന്നതില്ലേ, അത് വരുന്നത് ഈ ഒരു ചെടിയിൽ നിന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഒക്ടോബർ മുതൽ ഒരു മിഡ് ഡിസംബർ വരെയുള്ള സമയത്ത് വളരെ മോർണിംഗിൽ തന്നെ അതിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഓയില് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നതിന് മുൻപായിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു സ്റ്റിഗ്മ ഒക്കെ കളക്ട് ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ മാനുവലി ആണ് അത് എടുക്കുന്നത്. അത് എടുത്തിട്ട് അതിനെ ഉണക്കും. ഉണക്കാനായിട്ട് രണ്ട് തരത്തിൽ ചെയ്യും. ഒന്നെങ്കിൽ നമ്മൾ സൂര്യപ്രകാശത്തിൽ ഇട്ടിട്ട് ഉണക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഉണക്കുന്നത്. അങ്ങനെയാണ് കുങ്കുമപ്പൂവ് കിട്ടുന്നത്. അതിൽ നിന്നാണ് ഈ സാഫ്രോൺ ഓയിലും എടുക്കുന്നത്. ഇനി നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ഓതന്റിക് ആയിട്ടുള്ള റോസ് ഓയിൽ എങ്ങനെയാ കിട്ടുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ റോസ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഏപ്രിൽ മുതൽ മെയ് പകുതിയൊക്കെ ആവുന്ന സമയത്ത് വരെ ഈ പൂക്കൾ വിടരുന്നതിന് മുൻപായിട്ട്, അതിന്റെ ആ ഒരു മുട്ടിൽ നിന്ന് അതൊരു വിടർന്നു വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പൂക്കൾ പറിച്ചെടുക്കും. എന്നിട്ട് അതിനെ ഇങ്ങനെ ഒരു ഫേർണസിലിട്ടിട്ട് കുറെ നേരം അതിനെ ബോയിൽ ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ ബോയിൽ ചെയ്യുമ്പോഴത്തേക്കിനും ശരിക്കും ഈ മഴയൊക്കെ നടക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഈ നീരാവി ഇങ്ങനെ മുകളിൽ പോയിട്ട് കണ്ടൻസേഷൻ നടന്ന് അതിന്റെ ഡ്രോപ്സ് താഴോട്ട് വന്നടിയും. അതൊരു പാത്രത്തിനകത്ത് കളക്ട് ചെയ്യും. ഇങ്ങനെ വരുന്നതിനകത്ത് ആ മുകളിൽ കണ്ടോ ആ ഒരു ഓയിൽ കിടക്കുന്നത്, ആ ഓയിലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അതാണ് നമുക്ക് റോസ് ഓയിലായിട്ട് കിട്ടുന്നത്. പിന്നെ അതിന്റെ കൂടെ എന്തായാലും വെള്ളം ഉണ്ടാവുമല്ലോ, അത് നമുക്ക് റോസ് വാട്ടർ ആയിട്ടും കിട്ടും. ഇനി നമ്മൾ കാണുന്നത് ഊതിന്റെ പ്രൊഡക്ഷൻ ആണ് കേട്ടോ. ഊത് എന്ന് പറയുന്ന ഒരുവിധം എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു പേരായിരിക്കും. ഇതിന്റെ പിന്നിലെ കഥ കുറച്ച് വിചിത്രമാണ്. കാരണം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന തടി എന്ന് പറയുന്നത് ഫംഗസ് ബാധ ഏറ്റിട്ടുള്ള തടിയായിരിക്കണം. ഈ ഫംഗസ് ഇതിനെ ബാധിച്ചിട്ട് അത്രയും വർഷങ്ങൾ പഴക്കം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് അത്രയും ഒറിജിനൽ ആയിട്ടുള്ള ഊത് കിട്ടുള്ളൂ. പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പ്രേ ചെയ്യുന്നത് മാത്രമല്ല പെർഫ്യൂംസ് ഉള്ളത്, പൗഡർ പെർഫ്യൂംസ് ഉണ്ട്. പൗഡർ പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ അത് നമ്മളിങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്, ഇങ്ങനെ തേക്കും. അങ്ങനെ അത് സ്കിന്നുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോഴത്തേക്കിനും അതിൽ നിന്ന് നാച്ചുറൽ ഓയിൽ റിലീസ് ആവും. പിന്നെ ഉള്ളത് നീലാണ്. അതിനൊരു നീല കളറിലുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. അത് ഉപയോഗിക്കുന്നത് പെർഫ്യൂം പോലെ ഉപയോഗിക്കും. അതേപോലെ തന്നെ ഈ അറബ്സ് ഒക്കെ സ്ക്രബ് ചെയ്യാനും പിന്നെ അതേപോലെ വൈറ്റനിങ്ങിനൊക്കെ ആയിട്ടാണ് ഈ നീൽ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇതിന്റെ പേര് ദുഖൂൻ എന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മള് പുകയ്ക്കത്തില്ലേ, ആ ഒരു സാധനത്തിൽ വെച്ചിട്ട് ഇതിനിങ്ങനെ പുകയ്ക്കുമ്പോഴത്തേക്കിനും അതിൽ സ്മോക്ക് വരും. എന്നിട്ട് ആ സ്മോക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്ലോത്ത്സിനൊക്കെ നല്ല മണമായിരിക്കും. പിന്നെ ഒരു വീട്ടിലിപ്പം ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും ഡ്രസ്സ് ഇതേപോലെ ആവി പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്നിൽ കൊണ്ടുവന്ന് വെക്കുന്നതിന് പകരം ഉപയോഗിക്കുന്ന ഒരു സ്റ്റൂള് പോലത്തെ സംഭവമാണ് ഇത് കേട്ടോ. ഇതിന്റെ അടിയിലായിട്ട് ഈ പുകയ്ക്കുന്ന സാധനം വെക്കും. അതിന്റെ ഉള്ളിൽ നമ്മൾ ഈ പറഞ്ഞ ദുഃഖൂൻ ഉണ്ടാവും. അതിന്റെ അകത്ത് പുകയ്ക്കുന്ന ആ സംഭവമൊക്കെ ഇട്ട് പുകയൊക്കെ വരുമ്പോഴത്തേക്കിനും ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഡ്രസ്സ് കൊണ്ടിടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാ ക്ലോത്ത്സിലും ആ ഒരു ആവശ്യമുള്ള സ്മെല്ല് വന്നിട്ടുണ്ടാവും. ഈ ദുഃഖു എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ കണ്ട ഊത് ഓയിൽ, അതേപോലെ റോസ് ഓയിൽ, അതിന്റെ ഒക്കെ കൂടെ ഒരു മിക്സ്ചർ ആണ്. ഇത് കണ്ടോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഇങ്ങനെ എടുക്കുന്ന കോട്ടണിനൊക്കെ ഒരു സ്മെൽ ഉണ്ടാവും. അത് മാറാൻ വേണ്ടിയിട്ട് അതിലേക്ക് മസ്ക് ഒരുവിധം എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. ഈ മസ്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യും. അപ്പൊ അതിന് നല്ല മണം കിട്ടും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫംഗസ് ബാധിച്ചിട്ടുള്ള ഒരു തടിക്കഷ്ണാണ്. ഇതിന് നല്ല തൂക്കമുണ്ട്, അതേപോലെ തന്നെ നല്ല വിലയും ഒക്കെ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ.
ഈ എമിറാറ്റി ട്രഡീഷന്റെ ഒരു പ്രത്യേകതയാണ് എമിറാറ്റി കോഫിയും പിന്നെ പെർഫ്യൂമും. ഇതിൽ കാണിക്കുന്നത് ഈ ട്രഡീഷന്റെ ഒരു ചെറിയ ഭാഗമാണ് കേട്ടോ. കുട്ടികളെ അവർ ചെറുതായിരിക്കുമ്പോൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കും ഇതെങ്ങനെയാണ് ഈ കോഫി സെർവ് ചെയ്യേണ്ടതെന്നുള്ളത്. അവരുടെ കോഫിക്കും ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഏലക്കയും അതേപോലെ കുങ്കുമപ്പൂവും ഒക്കെ ഇട്ടിട്ടാണ് ഈ ഒരു കോഫി പ്രിപ്പയർ ചെയ്യുന്നത്. കോഫിയുടെ കൂടെ തന്നെ സെർവ് ചെയ്യുന്ന ഒന്നാണ് ഈന്തപ്പഴം. ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ദുഖൂനില്ലേ, അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെജിറ്റബിൾ ആംബർ ഉണ്ടാവും, പിന്നെ ഊത്ത് ചിപ്സ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വുഡൻ പീസസ് അല്ലെങ്കിൽ മരത്തില് ഫംഗസ് ഒക്കെ ബാധിച്ചിട്ട് വന്നിട്ടുള്ള പീസസ് ഉണ്ടല്ലോ, അത് മസ്ക് ഇതെല്ലാമാണുള്ളത്. പിന്നെ അതേപോലെ സീറം എഫക്റ്റിന് വേണ്ടിയിട്ട് ലൈം ജ്യൂസ്, റോസ് വാട്ടർ, ഷുഗർ ഒക്കെ ഉണ്ടാവും. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഏത് ഫ്ലേവർ ആണ് വേണ്ടത് അനുസരിച്ച് ഹെന്ന ഓയിലോ അല്ലെങ്കിൽ ഊത് ഓയിലൊക്കെ ഉണ്ടാവും. അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഇത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത ഉടനെ തന്നെ യൂസ് ചെയ്യുമൊന്നും അല്ല ചെയ്യുന്നത്. അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറെ നേരം ഒക്കെ സോക്ക് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം അതിലേക്ക് വേറെയും കുറച്ച് ഇൻഗ്രീഡിയൻസ്, ഈ ഫ്ലോർ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് അത് പിന്നെ വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് വാങ്ങാൻ പോകുമ്പോഴത്തേക്കിനും ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കും. ഇതിനെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കത്തില്ല, ഇതിനെ ഒന്ന് ബേൺ ചെയ്യും. ബേൺ ചെയ്ത് വരുന്ന സാധനമാണ് നമ്മൾക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നത്. ഇത് ലോക്കലായിട്ട് തന്നെ ആളുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിലയും വളരെ കൂടുതലാണ്. ഒരു ചെറിയ പീസിന് തന്നെ നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇത് നമ്മൾ ഈ കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതേപോലെയുള്ള ചെറിയ പോട്ടിലാക്കി അതങ്ങ് ബേൺ ചെയ്യുക ചെയ്യുന്നത്. ഇത് നമ്മൾ ആദ്യം കണ്ട സാഫ്രോൺ ഇല്ലേ, സാഫ്രോണിൽ നിന്നും ഇതേപോലെ തന്നെ അതിന്റെ ഒരു ഫ്ലേവറിലുള്ളത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും നല്ലതുപോലെ വെയിലത്തൊക്കെ വെച്ച് ഉണക്കി ഇത് നല്ലതുപോലെ പൊടിച്ചൊക്കെ എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ പൊടിച്ച് വന്നേക്കുന്ന ആ ഒരു കുങ്കുമപ്പൂ ഉണ്ടല്ലോ, അതിനെ കുറെ പ്രാവശ്യം സെപ്പറേറ്റ്ലി അരിച്ചെടുത്തിട്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് അങ്ങനെ നല്ല ഫൈൻ ആയിട്ട് കിട്ടുന്ന ആ ഒരു പൗഡർ ഉണ്ടല്ലോ, അതിലേക്കാണ് ഈ ഏത് ടൈപ്പ് ഓയിലാണ് വേണ്ടത് ആ ഓയിലും, റോസ് ഓയിൽ, ഊത് ഓയിൽ അല്ലെങ്കിൽ ഹെന്ന ഓയിൽ, പിന്നെ സാഫ്രൺ ഓയിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ സാഫ്രോൺ ഓയിലൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നമ്മൾ ആദ്യത്തെ പോർഷനിൽ കണ്ടല്ലോ. ഇങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ ഒരു ജാറിലാക്കി ഒട്ടും വെട്ടം അല്ലെങ്കിൽ വെളിച്ചം, സൺലൈറ്റ് ഒന്നും കിട്ടാത്ത സ്ഥലത്താക്കി ഒരു 40 ദിവസത്തോളം ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇത് പിന്നെ എടുക്കുന്നത്. ഇങ്ങനെ കുറേ പ്രോസസ്സിൽ കൂടെയൊക്കെ കടന്നു പോയി അവർ ഇൻഡിവിജ്വലി ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള പെർഫ്യൂംസ് വാങ്ങാനുള്ള സൗകര്യമുണ്ട്. അതിൽ എല്ലാത്തിൻ്റെയും കൂടെ അതിൻ്റെ ഒരു മണം എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ അതിൻ്റെ താഴെ സാമ്പിൾ വെച്ചിട്ടുണ്ട്. അപ്പം അത് സെപ്പറേറ്റ്ലി ബോട്ടിലായിട്ടല്ല വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ ആ ഒരു പെർഫ്യൂം ഇങ്ങനെ പുരട്ടിയിട്ട് അതിൻ്റെ പേപ്പർ അടിയിൽ വെച്ചിട്ടുണ്ടാവും. അത് സ്മെല്ല് ചെയ്യുന്നത് വഴി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് കിട്ടും. നമ്മളുടെ ബോഡിയിൽ, നമ്മളുടെ ഡ്രസ്സിലൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനായിരിക്കും ആ ഒരു സ്മെല്ല് വരുന്നതെന്നുള്ളത്. ഇവിടെ പെർഫ്യൂംസ് ആണ് കൂടുതലായിട്ട് വെച്ചിട്ടുള്ളതെങ്കിലും കുറച്ചും കൂടി മുൻപുള്ള UAE യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടെ ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇതിന്റെ മറ്റൊരു സെക്ഷനിലായിട്ട് ഇവിടുത്തെ എമിറാറ്റി കൾച്ചർ ഡെവലപ്പ് ആയതും പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ അതേപോലെ തന്നെ ആഭരണങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ട്രേഡ് എങ്ങനെ ഡെവലപ്പ് ആയിട്ട് വന്നെന്നുള്ളതാ. കുറച്ച് ആനിമേഷൻസ് ഒക്കെ ഉള്ള സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ കാണിക്കുന്നത് മുൻപത്തെ ഇവിടുത്തെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് പേൾ ഡൈവിങ്ങും ഫിഷിങ്ങും ഒക്കെ ആയിരുന്നു. അപ്പം അത് നമുക്ക് തന്നെ ആ ഒരു സ്ക്രീനിൽ ഓപ്പറേറ്റ് ചെയ്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു ട്രേഡിനെ കുറിച്ചും പിന്നെ ആ ഒരു ട്രേഡ് എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ആയി വന്നതിനെ കുറിച്ചും എന്നൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യു എയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള പെർഫ്യൂം മാനുഫാക്ചറിങ്ങിന്റെ കുറച്ച് സാങ്കേതിക വശങ്ങളാണ്, കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.